എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് മഡ് കേക്കിൻ്റെ റെസിപ്പിയാണ്. മഡ് കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കായിരിക്കും. വായിലിട്ടാൽ ഒരു മഡിൻ്റെ ഒരു ടെക്സ്ചർ പോലെ ആയിരിക്കും. നല്ല സോഫ്റ്റാണ്, മോയിസ്റ്റാണ്. നമ്മുടെ ഈ കേക്ക് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ഡെലീഷ്യസ് ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് ലവേഴ്സിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ചെയ്തെടുക്കാം. അപ്പോൾ അധികം താമസിയാതെ ഈ ചോക്ലേറ്റ് മഡ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ്. അതായത് ഒരു ഗ്ലാസ് പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അടിയിൽ ആവി കൊണ്ടാണ് നമ്മളിത് മിക്സാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 125 ഗ്രാം ചോക്ലേറ്റ് ചിപ്സാണ്. ഇത് ഒരു കപ്പോളം ചോക്ലേറ്റ് ചിപ്സാണ് വന്നിട്ടുള്ളത്. ചോക്ലേറ്റ് ചിപ്സോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ബാർ പൊടിച്ചതോ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. 100 ഗ്രാം ബട്ടർ. 100 ഗ്രാം എന്ന് പറയുന്നത് അരക്കപ്പാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കേണ്ടത്. നമ്മളിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്താലും കുഴപ്പമില്ല, കാരണം നമ്മളിത് ചൂടാക്കിയിട്ടാണ് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ടെക്സ്ചറൊക്കെ കിട്ടുന്നത്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. താഴേന്ന് ചെറുതായിട്ട് ചൂട് വന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. നമ്മൾ ഇത് പൊക്കുമ്പം ഇതിൻ്റെ ഇടയിൽ കൂടി ആവി നമ്മുടെ കയ്യിലടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് മാത്രം ചെയ്യാം. ഇനി നമ്മളൊരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ ഈ കേക്കിൽ ചേർക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ കേക്കിന് കിട്ടും. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഈ ചൂടുവെള്ളം ഇതിൽ ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉരുകി വരും. തന്നെയല്ല, നമ്മൾ താഴെ നിന്ന് ചൂടും ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും എല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ തീയിൽ നിന്ന് മാറ്റിയിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇത് തണുത്ത പാലാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മിക്സ്ചർ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും. ഒരുപാട് ചൂടിലല്ല നമ്മളിത് മിക്സ് ആക്കുന്നത്, ചെറിയൊരു ചൂടിലാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക. ബീറ്റാക്കി എടുക്കാനായിട്ട് ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണമെന്നില്ല, കൈവച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുത്താലും മതി. 2 മുട്ടയും ഇതുപോലെ ഇടവിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ബീറ്റ് ചെയ്ത് നമ്മളവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് വേണ്ടത്. 150 ഗ്രാമാണ് 1 കപ്പ് മൈദ. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ചെറിയ സ്പൂണാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കുറച്ചൊന്ന് കൂടിയിട്ടാണ് കേക്കിൽ നമ്മൾ എടുക്കുന്നത്. സാധാരണ നമ്മൾ 1/4 ടീസ്പൂണൊക്കെയാണ് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ 1/2 ടീസ്പൂണാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഈ പൊടികൾ എല്ലാം കൂടി നമ്മുടെ മിക്സ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് മിക്സിലേക്ക് അരിച്ചിട്ട് ഒന്ന് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാതെ കൈവച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ചോക്ലേറ്റ് മഡ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് അലുമിനിയത്തിൻ്റെ ടിന്നാണ്. അതിൽ താഴെയും സൈഡിലുമായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിൽ ബട്ടർ പേപ്പർ സൈഡിൽ ലൈൻ ചെയ്ത് കൊടുക്കണം. ഈ കേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്ര ഹൈറ്റിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ ബാറ്റർ എല്ലാം കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇതേ സമയം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. പാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിവിടെ ബേക്ക് ചെയ്യുന്നത് 160 ഡിഗ്രിയിൽ ആണ്. അതുപോലെ 15 മിനിറ്റ് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് അവനിലേക്ക് വെച്ചിട്ട് നമുക്കിത് 1 മണിക്കൂറാണ് ബേക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഇത് കുറഞ്ഞ ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് സമയം എടുത്തത് ബേക്ക് ചെയ്യണം. നമ്മൾ ഏറ്റവും താഴത്തെ റാക്കിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴത്തെയും മുകളിലത്തെയും കോയിൽ ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് സമയം വേരി ചെയ്യാം. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് സമയം വേരി ചെയ്യാം. ഓവൻ ഇല്ലാതെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട്. 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ വേണ്ടി വരും ഇത് ഓവനില്ലാതെ ബേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കേക്കിനി നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിപ്പിംഗ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ക്രീമും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി മൈക്രോവേവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് കട്ടകളില്ലാതെ തന്നെ മിക്സാക്കി എടുക്കുക. ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്ന സോസ്. അപ്പോൾ ഇങ്ങനെ സോസ് തയ്യാറാക്കണം നിർബന്ധമൊന്നുമില്ല. സോസ് ഇല്ലാതെ തന്നെ നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ കാണുമ്പോഴുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സോസ് ഉണ്ടാക്കിയത്. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം ഒരു കേക്ക് ട്രേ ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഗനാഷ് കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കിന് ഒരു പ്രത്യേകത, ഇത് നമുക്ക് കട്ട് ചെയ്ത് ലെയറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇതിന് മുകളിലായിട്ട് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ട്രേ നമ്മൾ കമത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് കേക്ക് എടുത്ത് വെക്കുക. ബാക്കി വരുന്ന ചോക്ലേറ്റ് സിറപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ആകുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് കട്ടിയിലാണ് ഈ ഗനാഷ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലൂസായാൽ കേക്കിൻ്റെ പുറത്ത് അത് സ്റ്റിക്കാവില്ല, മൊത്തവും ഒഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് മഡ് കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതുവരെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവർ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ബർത്ത്ഡേക്ക് ആയാലും ഫംഗ്ഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പൊതുവെ കടകളെല്ലാം അവധിയാണ്. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും സേഫായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു വർഷമായിട്ട് 2022. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.